ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞതാണ്. ഇതിനകത്ത് ഇനി നമ്മൾ ചാപ്റ്ററിന്റെ അഗാധതയിലേക്കാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആക്കിയിരിക്കുക. സീറ്റ് ബെൽറ്റ് ഒക്കെ അങ്ങോട്ട് ടൈറ്റ് ആക്കി വെക്കുക. നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും കേൾക്കുന്നില്ലേ? ആ ബെൽറ്റ് ഒക്കെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടിരിക്കുക. നമ്മള് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ കടുക്കുകയാണ്. കടുത്ത പോരാട്ടത്തിലോട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ആ അപ്പം ഇതിനകത്ത് ആദ്യം നമുക്കൊരു ടെസ്റ്റ് ഡോസ് തന്നതാണ്. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. വർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവരൊക്കെ ലൈക്ക് അടിച്ച്. മൈനസ് പി ഡെൽറ്റ വി മൈനസ് ഇൻറ്റു 1 അറ്റ്മോസ്ഫിയർ. വർക്ക് നിങ്ങൾ മൈനസ് എഴുതിയിട്ട് പി ഡെൽറ്റ വി വർക്കിന്റെ അവിടെ എമൗണ്ട് അല്ലേ ചോദിച്ചത്? എമൗണ്ട്. ഓക്കെ. അപ്പം മൈനസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് വർക്കാണ് കെമിസ്ട്രിയിൽ. മൈനസ് 1 അറ്റ്മോസ്ഫിയർ ഇൻറ്റു വോളിയം ചേഞ്ച് എത്ര ലിറ്ററായി? 2 ലിറ്ററിന് 10 ലിറ്ററായി. അപ്പം 10 ലിറ്റർ. അപ്പം 10 മൈനസ് 2 ആണ് അവിടെ ചേഞ്ച്. അപ്പം ചേഞ്ച് എടുക്കുക. മൈനസ് ലിറ്റർ ആണ് വോളിയത്തിൽ ലിറ്റർ ആണ്. അപ്പം മൈനസ് 1 ഇൻറ്റു 10 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? മൈനസ് 1 ഇൻറ്റു ലിറ്ററും അറ്റ്മോസ്ഫിയറും അവിടെ എഴുതി വെക്കുക. സെറ്റ് അല്ലേ? പക്ഷെ ഈ ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ആളാണെന്നേ. നമ്മുടെ ഇന്നത്തെ ജെൻസി പിള്ളേരല്ലേ നിങ്ങളപ്പൊ നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നത് ആരാന്നറിയോ? ഇപ്പത്തെ യൂണിറ്റ് ജൂളാണ്. SI യൂണിറ്റ്. ഈ കാലഘട്ടത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. അപ്പൊ നമ്മൾ അതിലോട്ട് മാറ്റണം. ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ എങ്ങനെ ജൂളിലോട്ട് മാറ്റും എന്ന് വെച്ചാൽ 101 പോയിന്റ് ആട്ടോ. 0.325 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ജൂൾ എന്ന് എഴുതി വെക്കുക. അപ്പം ഇതിന്റെ ആൻസർ എന്താണ്? -8 ഇൻറ്റു 101.3125. അപ്പൊ എന്താ വരും ആൻസർ? അതന്നെ 8 5 40 0. അതന്നെ. അപ്പം ബാക്കി 4 8 2 16 4 20 ബാക്കി 2 ബാക്കി 8 3 24 2 26 6 ബാക്കി 2 8 1 8 2 10 ബാക്കി 1 8 0 0 ബാക്കി 1 8 1 8. അപ്പൊ ഇത് തന്നെയാണെന്നാണ് എന്റെ ധാരണ. നമുക്ക് കാൽക്കുലേറ്ററിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. കാൽക്കുലേറ്റർ -8 ഇൻറ്റു 101.325. അപ്പം -8 ഇൻറ്റു 101.325. അപ്പൊ 810.620 എന്നാണ് അതിനകത്ത് കാൽക്കുലേറ്റർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ ജൂളിലോട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. അപ്പം ഓക്കെ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ച്. ഇത് ഓക്കെ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ച്. ഇത് ഓക്കെയാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. രണ്ടാം ഘട്ടം എന്താണ്? രണ്ടാം ഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, റേറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാവുന്നവരൊക്കെ ലൈക്ക് അടിച്ചേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഒന്നാം ചലനത്തിന്റെ നിയമം. ചൂടിന്റെ കളികളാണ് തെർമോഡൈനാമിക്സ്. അപ്പം അതിനൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട്. ഫസ്റ്റ് ലോ അറിയാവുന്നവർ ലൈക്ക് അടിക്കൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എല്ലാവരും പറയൂ. എനർജി കൺസർവേഷൻ തന്നെയാണ്. അതിനകത്ത് ഹീറ്റ് എന്നുള്ളതിന് പകരം നിങ്ങൾ എനർജി എന്ന് പറഞ്ഞോളൂ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ലോ അറിയാവുന്നവരൊക്കെ ലൈക്ക് അടിക്കൂ. എനർജി ക്യാൻ, ഇതെല്ലാവരും പറയുന്നതല്ലേ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. ഊർജം എന്ന് പറയുന്നത് എന്താണ്? ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അതർ. അപ്പോൾ ഒരാൾ അതിനകത്ത് നമ്മൾ മരിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ എനർജിയൊക്കെ മണ്ണിലോട്ട് ചേരുകയാണ്. അത് ചെടികൾ വളർന്ന് അവർക്ക് ഊർജമായി മാറുന്നു. സൂര്യന്റെ ഊർജം ചെടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു, അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എനർജി എന്ത് ചെയ്യില്ല? നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ പറ്റില്ല. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പൊ അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അതർ. അപ്പൊ എഴുതി വെക്കൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്
ആ ഇതൊന്നും ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് ഇസ് ദാറ്റ്, അത് പറയുന്നത് എന്താണ്? അത് പറയുന്നത് ഇതാണ്: എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed, nor be destroyed, but it can be transferred from one body to other, but it can be transferred from one place to one body to other, but it can be transferred from one to another, it can be transferred from one to another. This is called first law of thermodynamics. ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം എന്നറിയുമോ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറയുന്നവരൊക്കെ ലൈക്ക് അടിച്ച്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഫസ്റ്റ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതിനെങ്ങനെ കണക്കാക്കി മാറ്റുമെന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ എഴുതല്ലേ, ഫസ്റ്റ് തെർമോഡൈനാമിക്സ് എങ്ങനെയപ്പം കണക്കാക്കി മാറ്റി? ഇതിനെ കണക്കിലോട്ട് മാറ്റണം. അപ്പൊ മാത്സിലെ പുലികളുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക. ഇതിനെ നമ്മൾ മാത്സിൽ എഴുതണം എന്നാ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പൊ ഇത് മലയാളത്തിൽ, ഇത് ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെ മാത്സിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുക. ഇത് എഴുതി കഴിഞ്ഞില്ലേ? ഇത് എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിച്ച്. ഇത് എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ എഴുതാൻ പോകുന്നത് അറിയോ? ഒരാളുടെ എനർജി എങ്ങനെയാ കൂടുക? ഒരാളുടെ എനർജി എങ്ങനെയാ കൂടുക? ഒരാളുടെ നിങ്ങൾക്ക് ചൂട് എപ്പോഴാ വരിക? നിങ്ങൾക്ക് എപ്പോഴാ എനർജി വരിക? നിങ്ങൾക്ക് പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകണം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തണം എന്ന് എപ്പോഴാ തോന്നുക? നിങ്ങളെ ആരെങ്കിലുമൊക്കെ എന്താക്കണം? ഒന്ന് ചൂടാക്കണം, വേണ്ടേ? നിങ്ങളെ ആരെങ്കിലുമൊക്കെ പാരൻസിന്റെ അടുത്ത് നിന്ന് 4 ചൂട് കേൾക്കുമ്പോണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് ഹീറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചൂട് കിട്ടണം, നിങ്ങൾ ഉഷാറാവും, മോട്ടിവേറ്റഡ് ആവും. അപ്പൊ ചൂട് കിട്ടണം. മാത്രമല്ല നിങ്ങൾ അതിനകത്ത് വർക്കും ചെയ്യണ്ടേ, എന്നാലല്ലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ എനർജി കൂടുന്നത്. വെറുതെ കൂടൂലെന്നേ. നിങ്ങൾക്ക് 4 അവിടുന്ന് പാരൻസിന്റെ അടുത്ത് നിന്ന് അവിടെ നിങ്ങൾ ശരിയല്ല, നിങ്ങൾ പഠിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 4 ചൂട് അങ്ങോട്ട് കിട്ടണം. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ എനർജി കൂടുന്നേ. ഇത് രണ്ടും മതി. മനസ്സിലായില്ലേ? അപ്പൊ ചൂടാക്കുക, നിങ്ങളെ അങ്ങോട്ട് ചൂടാക്കുക. ഇത് ശരിയാവില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. അതിനകത്ത് കഴിഞ്ഞ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒന്നും തീരെ മാർക്കില്ല. എന്താ പരിപാടി? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. എനർജി ഇതിനകത്ത് പഠിക്കാൻ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എന്താ, എങ്ങനെ 2 ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റിട്ട് ഇനി എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എനർജി കൂടും, നിങ്ങളുടെ മാർക്ക് കൂടും, ഇന്റേണൽ എനർജി ചേഞ്ച് വരും. കണ്ടില്ലേ? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അത് എന്തൊക്കെ ചേർന്നതാണ്? ഹീറ്റ് പ്ലസ് വർക്ക്. അപ്പൊ ഇതാണ് എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരാളുടെ എനർജി ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ്? അയാൾക്ക് 4 ചീത്ത കിട്ടണം, 4 ഹീറ്റ് കിട്ടണം, ചൂടാക്കണം അയാളെ ചൂടാക്കണം. എന്നിട്ട് അപ്പൊ അയാൾ എണീറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം അയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നില്ല കേട്ടോ, അയാളിലോട്ട് വർക്ക് ചെയ്യണം എന്നാണ്. അയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കുറയും കേട്ടോ. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എനർജി പോവല്ലേ ചെയ്യാം. അപ്പൊ വർക്ക് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു സിസ്റ്റത്തിന്റെ എനർജി എങ്ങനെ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം നല്ലോണം ചൂടാക്കുക. മാത്രമല്ല ആ സിസ്റ്റത്തിന് അങ്ങനെ അമർത്തി കൊടുക്കുക. മനസ്സിലായില്ലേ? ആ സിസ്റ്റത്തിന്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം അതിന്റെ ഇന്റേണൽ എനർജി കൂടും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q പ്ലസ് W. അതന്നെ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ Q പ്ലസ് W ആണ് കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ ഇതെല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇതിന് മറക്കണ്ട. ഫസ്റ്റ് ലോന്റെ തെർമോഡൈനാമിക്സ് എല്ലാവർക്കും അറിയാം. ഉക്കാവ അപ്പൊ നമ്മൾ ഇവിടെ ഇതിനകത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ നമ്മൾ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞത്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W എന്നാണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ചെയ്തു.
പക്ഷെ ഇതിനെ അമർത്തുമ്പം ഫിസിക്സിൽ ഈ വർക്ക് നെഗറ്റീവാണ്. അപ്പൊ ഫിസിക്സിലെ ഇക്വേഷൻ എങ്ങനെയാ വരിക? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു എന്നാണ് വരിക. അപ്പം ഫിസിക്സിൽ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ഇങ്ങനെ ഇക്വേഷൻ. അതായത് ഫിസിക്സിൽ വർക്ക് മൈനസ് ആണ്, സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക് മൈനസ് ആണ്. കെമിസ്ട്രിയിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന വർക്ക് പോസിറ്റീവാണ്. അപ്പം റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് വേണ്ട, ഇത് അവസാന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിനകത്ത് വേറെ ക്വസ്റ്റ്യനുകൾ ഇല്ല. അപ്പോൾ ഇത് എഴുതിക്കോളൂ. ഇനി അടുത്ത ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹെസ്സസ് ലോ. സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. അത് എഴുതൂ. എന്താണ് എസ് എസ് ലോ? എസ് എസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അപ്പൊ എസ് എസ് ലോ ഇതിനകത്ത് അറിയാമെന്നുള്ളവർ ഇതിനകത്ത് വരൂ. എസ് എസ് ലോ അറിയാമെന്നുള്ളവർ ഇവിടെ ലൈക്ക് അടിക്കൂ. എസ് എസ് ലോ അറിയാമെന്നുള്ളവർ സ്റ്റേറ്റ് എസ് എസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. അറിയാമെന്നുള്ളവർ, അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. എസ് എസ് ലോ, എസ് എസ് ലോ ആർക്കും ഓർമ്മയില്ല? എസ് എസ് ലോയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ എസ് എസ് ലോ അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എസ് എസ് ലോ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എസ് എസ് ലോ എന്താണെന്ന് പറയാം. ഈ ഫസ്റ്റ് ഇയർ കെമിസ്ട്രി ഭയങ്കര സിമ്പിളാണ്. സത്യം പറഞ്ഞാൽ സെക്കൻഡറി കെമിസ്ട്രി ഭയങ്കര ടഫ് അല്ലെ? ഫസ്റ്റ് ഇയർ കെമിസ്ട്രി ഭയങ്കര സിമ്പിളാണ്. എസ് എസ് ലോ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പം ഒരു എ എന്ന പ്രൊഡക്റ്റ്, എ എന്ന സാധനം, പ്രൊഡക്റ്റ് അല്ല, എ എന്ന വസ്തുവിനെ നമ്മൾ എന്തുണ്ടാക്കി? ഡി എന്ന സാധനമാക്കി മാറ്റി. അപ്പൊ അതിനെ നേരിട്ട് നിങ്ങൾക്ക് എന്താക്കാം? ഡി ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം? എനെ ബി ആക്കാം, ബിനെ സി ആക്കാം, എന്നിട്ട് സീനെ എന്താക്കാം? ഡി ആക്കാം. അപ്പൊ ഞാൻ ഇവിടെ 3 തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചൂടിന്റെ കളികൾ വളരെ. അപ്പൊ ഈ സ്റ്റെപ്പില് ഞാൻ ഇവിടെ ഹീറ്റ് എത്ര പുറത്തേക്ക് വിട്ടെന്ന് അറിയോ? -2. സത്യം പറഞ്ഞാൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ ഈ റിയാക്ഷനിൽ ഹീറ്റ് പുറത്തേക്ക് വിട്ടത് -4 ജൂള്. ഈ റിയാക്ഷനിൽ -1 ഇതിനകത്ത് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ഡി ആക്കി, ഇവിടെ 3 സ്റ്റെപ്പിൽ ഡി ആക്കി. ഇവിടെ തന്നെ ആയിരിക്കും, സ്മെല്ലൊന്നും പുറത്തോട്ട് വരില്ല. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ എത്രയാ വരികയെന്നറിയോ? ഓരോ സ്റ്റെപ്പിലെയും എൻതാൽപ്പി ഓപ്പൺ ആക്കിയിട്ട് അപ്പം എല്ലാവരും -2, -4, -6, -7. അപ്പൊ -7 ജൂളാണ് ഇവിടെ ടോട്ടൽ എൻതാൽപ്പി. പിന്നെ ഇതിൽ പറയുന്നത് ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും അതിനകത്തെ എനർജി ചേഞ്ച് നാളെ ബിരിയാണിയിലേക്ക് സെയിം ആണ് എന്ന് പറയുന്ന മറ്റന്നാളെ ബിരിയാണിയിലേക്ക് അങ്ങനെ 4 ദിവസം ഇവിടെ ഉണ്ടാക്കിയാലും അതിന് റിയാക്ഷന്റെ ടോട്ടൽ എനർജി ഒറ്റ ദിവസം ബിരിയാണി ഒരു റിയാക്ഷനിലെ ടോട്ടൽ എനർജി ചേഞ്ച്, ടോട്ടൽ ഗ്യാസിന്റെ ചൂടിന്റെ റിയാക്ഷൻ, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്. ഹീറ്റിനെ നമ്മൾ ചൂടിന്റെ മാറ്റത്തെ എൻതാൽപ്പി ചേഞ്ച് ആണ് വിളിക്കുക. ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഇൻ റിയാക്ഷൻ ഈസ് സെയിം. പല സ്റ്റെപ്പിൽ ഡി ആവുന്നതിന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? -7 തന്നെയാണ്. വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്, അത് ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും നമ്മുടെ ഗ്യാസിലെ ഹീറ്റ് പല സ്റ്റെപ്പിലായിട്ട് നടന്നാലും എ ഡി ആയി വരുന്നത് പല സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ എൻതാൽപ്പി ചേഞ്ച് എന്താ? നിങ്ങൾക്ക് ആദ്യം എങ്ങനെ ഉണ്ടാക്കാം? ആദ്യം നിങ്ങൾക്ക് മസാല വേവിക്കുക. എൻതാൽപ്പി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ നിങ്ങൾക്ക് വെദർ ദ റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്, പല സ്റ്റെപ്പിൽ നടന്നോട്ടെ അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നടന്നോട്ടെ, എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും -7 തന്നെയാണ്. അപ്പൊ ഇവിടെ എൻതാൽപ്പി ചേഞ്ച് എന്താണ്? ഇവിടെ എ ടു ബിയുടെ എൻതാൽപ്പി ചേഞ്ച് പ്ലസ് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. അതാണ് എന്ത്? ഇവിടെ ഡെൽറ്റ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയാലും സിംഗിൾ സ്റ്റെപ്പിലെ ഡെൽറ്റ H എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 ആണ്. ഇപ്പം എസ് എസ് ലോ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും അതല്ല അത് പല സ്റ്റെപ്പിൽ നടന്നാലും അതിലെ എൻതാൽപ്പി ചേഞ്ച് സെയിം ആണ്. അപ്പൊ ഇവിടെ എ ഡി ആയതാണ്, അപ്പൊ എൻതാൽപ്പി ചേഞ്ച് -7 ആണ്. ഇവിടെ നിങ്ങൾ എ ഡി ആയി പക്ഷെ പല സ്റ്റെപ്പിലാണ്, അപ്പോഴും ഓരോ സ്റ്റെപ്പിന്റെയും ആഡ് ചെയ്തിട്ടാണ് അതിന്റെ എൻതാൽപ്പി ചേഞ്ച് വരിക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. ഇൻഡിവിജ്വൽ സ്റ്റെപ്പുകളുടെ എൻതാൽപ്പി ചേഞ്ച് കൂട്ടിയാലാണ് ഒരു റിയാക്ഷന്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് മനസ്സിലായിട്ടുള്ളവർ ലൈക്ക് അടിക്കൂ, ഇല്ലാത്തവർ ഡിസ്ലൈക്ക് അടിക്കൂ. ഇല്ലാത്തവർ ക്ലാസ് നിന്ന് വെളിയിൽ പോവുക, ഇല്ലാത്തവർ ക്ലാസ് നിന്ന് പുറത്തു പോവുക. അത് തന്നെ. അപ്പൊ അതിനകത്ത് ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇതിനകത്ത് ഇത് പറയൂ നിങ്ങൾ. ഇവിടെ നമ്മളെ എൻതാൽപ്പി ഇതിങ്ങനെ എഴുതി വെച്ചോളൂ.
ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് സെയിം 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 സെയിം. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ട് രീതിയിലും പറയാം. നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ വേണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ പല സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഓവറാൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലെയും എൻതാൽപ്പി കൂട്ടിയാലാണ് എന്ത് ചെയ്യുക, ഓവറാൾ എൻതാൽപ്പി കിട്ടുക. അങ്ങനെ വേണമെങ്കിലും പറയാം. എസ് ലോനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഇവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, തിരഞ്ഞെടുക്കാം നിങ്ങൾ. അപ്പം നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യേണ്ട, എഴുതിയാൽ മതി കേട്ടോ. അപ്പം ഓക്കെ, നമ്മൾ അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകേണ്ട സമയമായി. നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചൂടിന്റെ കളികൾ വളരെ വളരെ രസകരമായ ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ എന്ത് സത്യം പറഞ്ഞാൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുക്കേണ്ട ഒരു ചാപ്റ്റർ. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ എന്തായാലേ ഇതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്ത് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സ്ഥലം സിസ്റ്റം, പുറത്തൊക്കെ സറൗണ്ടിങ്. പിന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ സ്മെല്ലൊന്നും പുറത്തോട്ട് വരില്ല. അല്ല, ഓപ്പൺ ആയാൽ വരും, ചൂടൊക്കെ വരും, റൂമിലൊക്കെ ചൂടുണ്ടാവും. ഓപ്പൺ ആക്കിയിട്ട് അപ്പം എല്ലാവരും വേവിക്കുമ്പോൾ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം ക്ലോസ്ഡ് സിസ്റ്റം. പിന്നെ ഇതിൽ പറയുന്നത് ഓരോ സ്റ്റെപ്പിൽ ബിരിയാണി ഉണ്ടാക്കിയാലും അതല്ല പല സ്റ്റെപ്പിൽ ബിരിയാണി ഉണ്ടാക്കിയാലും ബിരിയാണി ഇന്ന് ഉള്ളി അരിഞ്ഞു, ഉള്ളി മൂപ്പിച്ചു, നാളെ ബിരിയാണിയിലേക്ക് അരി വേവിച്ചിട്ട് കൊടുത്തു, മറ്റന്നാളെ ബിരിയാണിയിലേക്ക് ഇറച്ചിട്ട് കൊടുത്തു. അങ്ങനെ 4 ദിവസം വെച്ച് ബിരിയാണി ഉണ്ടാക്കിയാലും അതിന് ആവശ്യമായ ചൂടും, ഒറ്റ ദിവസം ബിരിയാണി ഉണ്ടാക്കിയാൽ അതിനാവശ്യമായ ചൂടും ഒക്കെ എന്താണ്? നമ്മുടെ ഗ്യാസിന്റെ ചൂട് തന്നെയല്ലേ? അതന്നെ. അപ്പൊ അതാണ് എസ് ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിൽ ബിരിയാണി ഉണ്ടാക്കാം, പല സ്റ്റെപ്പിൽ ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ ഒക്കെ എന്താണ്? നമ്മുടെ ഗ്യാസിലെ ഹീറ്റ് എന്താണ്? നമ്മുടെ ഗ്യാസിന് ഹീറ്റ്, അത് ആ ഒരു ഹീറ്റ് തന്നെയാണ് വരുന്നത്. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾക്ക് ആദ്യം എങ്ങനെ ഉണ്ടാക്കാം? ആദ്യം നിങ്ങൾക്ക് മസാല വേവിക്കുക, ഹീറ്റ് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വേവിക്കുക, ഹീറ്റ് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അത് തന്നെ. പിന്നെ അല്ലേ നിങ്ങൾക്ക് എല്ലാം കൂടി വേവിക്കാം. അപ്പം വ്യത്യാസം വരും കേട്ടോ അവിടെ. രണ്ടും കൂടി വേവിക്കുമ്പോൾ. എനിവേ എസ് ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എസ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയാലും പലത്. അപ്പം ഇത് എഴുതി കഴിഞ്ഞല്ലോ. എല്ലാവരും ലൈക്ക് അടിച്ച്. അപ്പം നമ്മൾ ഇനി പോകുന്നത് എസ് ലോ എഴുതി കഴിഞ്ഞു. ഇനി നമ്മളെ ഗിബ്സ് വരികയാണ്. ഗിബ്സിനെ കൊണ്ടുവരികയാണ് നമ്മൾ. അതിന് മുന്നേ നമുക്ക് എസ് ലോ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 2023 എസ് ലോ അതിന്റെ എക്സാമ്പിൾ വെച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇല്ലസ്ട്രേറ്റ് എസ് ലോ വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് കാർബൺ പ്ലസ് ഓക്സിജൻ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണം. അപ്പൊ ഇത് കാർബൺ സോളിഡ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അപ്പൊ ഇത് ഒറ്റ സ്റ്റെപ്പിൽ. അപ്പം അല്ല, എനിക്കൊരു ആഗ്രഹം, ഇതിങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കണ്ട, എനിക്ക് ആരെങ്കിലും കാർബൺ ഞാൻ 1/2 ഓക്സിജൻ ചേർക്കും. അങ്ങനെ അവന് ഫുൾ ഓക്സിജൻ കിട്ടി നിൽക്കണ്ട, എനിക്ക് അവന് 1/2 കൊടുത്താൽ മതി. അപ്പൊ എനിക്കിവിടെ എന്ത് കിട്ടും? CO കിട്ടും. അവനൊക്കെ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? 1/2 ഓക്സിജൻ കൊടുത്തിട്ട് അപ്പൊ എനിക്കിവിടെ ഫുൾ CO2 കിട്ടും. അപ്പൊ ഇത് ഈ 2 സ്റ്റെപ്പ് വഴി CO2 ആയത്. അപ്പൊ ഇവിടെ ΔH നമുക്ക് എന്ത് ചെയ്യാം? ΔH ഇവിടെ നിങ്ങൾ ഇത് ΔH1, ഇത് ΔH2. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ΔH എന്താ? ΔH1 പ്ലസ് ΔH2 ആണ്. അപ്പൊ ഇത് എഴുതി വെക്കൂ. ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എസ് ലോന്റെ ഇല്ലസ്ട്രേഷൻ എഴുതി വെക്കൂ നിങ്ങൾ. ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 0.5 kg പെർ മോൾ. ഇനി C പ്ലസ് ഹാഫ് O2ന്റെ എത്രയാണെന്നറിയോ? C പ്ലസ് ഹാഫ് O2ന്റെ ഞാൻ പറഞ്ഞത്. CO പ്ലസ് ഹാഫ് O2ന്റെ എത്രയാ? -283.
മൈനസ് ഇത് ഓർക്കാൻ പാടില്ല, ഇത് ഇങ്ങനെ എഴുതണ്ട കേട്ടോ. അപ്പം നിങ്ങൾ ഇത് തന്നെ എഴുതിയാൽ മതി. ഇതിനകത്ത് ജസ്റ്റ് വാല്യൂ ഓർക്കാൻ പാടില്ല, അത് വേണ്ട. മൈനസ് 283.0 kg/mol ആണ് അതിനകത്ത് വരിക. അപ്പം ഇവിടെ എത്രയാണ് വരിക? ടോട്ടൽ ഡെൽറ്റ എച്ച് ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ്. അപ്പം 283 110 എത്രയാ? 383 393 മൈനസ് 393.5 ആണ്. അപ്പം ഇതിൻ്റെ kg/mol ആണ് ഇതിൻ്റെ ഡെൽറ്റ എച്ച് വരിക. അതായത് ഈ രണ്ട് സ്റ്റെപ്പിൻ്റെ ഡെൽറ്റ എച്ച് കൂട്ടുന്നതാണ് ഇതിൻ്റെ ഡെൽറ്റ എച്ച്. അതെ, അപ്പോൾ അതിൻ്റെത് മൈനസ് 393.5 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട്ലി നിങ്ങളുടെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ അതാണ്. പക്ഷേ വാല്യൂ അതിനകത്ത് ഓർക്കാൻ പാടാണ്. ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഓർക്കുന്നുണ്ടെങ്കിൽ എഴുതിക്കോളും. 110.5ഉം 283. അപ്പോൾ ഇത് മൈനസ് 195. അല്ലെ നിങ്ങൾ എഴുതിയാൽ മതി ഇതിൻ്റെ ഡെൽറ്റ H1 ഇതിൻ്റെ ഡെൽറ്റ H2. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ H എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ ആണ്, അതിനകത്ത് ഓക്കെ ആണ് എന്നുള്ളവർ ലൈക്ക് അടിക്കൂ. ഓക്കെ ആണ് എന്നുള്ളവർ, ഇത് മനസ്സിലായി എന്നുള്ളവർ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഇതിനകത്ത് ഞാൻ പറയാം, നമ്മൾ ആദ്യം കാർബണെ ഫുൾ ഓക്സിജൻ ആയിട്ട് ചേർക്കുകയാണ്. അപ്പോൾ കാർബൺ ഒരു സോളിഡാണ്, ഒരു ഖരപദാർത്ഥമാണ്. ഓക്സിജൻ ഒരു ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. ഇതാണ് ശരിക്കുള്ള റിയാക്ഷൻ. പക്ഷേ ഇതിന് ഞാൻ ഇവിടെ ഫുൾ ഓക്സിജൻ കൊടുത്തില്ല. ഞാൻ കാർബണിൻ്റെ അടുത്തേക്ക് എന്ത് കൊടുത്തു? അര ഓക്സിജൻ കൊടുത്തു. അപ്പം എനിക്ക് എന്താ കിട്ടുക? ഫുൾ കാർബണും അര O2 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു O ആണ്. ഹാഫ് O2 എന്ന് പറഞ്ഞാലേ ഒരു O ആണ്. അപ്പം ഇങ്ങനെ വിട്ടുക CO. പിന്നെ അതിക്ക് ഞാൻ വീണ്ടും അര ഓക്സിജൻ കൊടുത്തു. അപ്പം ഇത് ഗ്യാസ് ആണ് കേട്ടോ, ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്. അപ്പം ഇവിടെ പിന്നെ ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഇതൊക്കെ പിന്നെ എന്ത് കിട്ടും? അപ്പം നമുക്ക് CO2 ഗ്യാസ് കിട്ടും. അപ്പം ഇത് ഡെൽറ്റ H1, ഇത് ഡെൽറ്റ H2. അപ്പം ഇത് ഡെൽറ്റ H എന്ന് പറഞ്ഞാൽ ഇതാ ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2. ഇതാണ് ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ ആണ്, മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ. ലൈക്കുകൾ വാരി വിതറൂ, വാരി വിതറൂ. ഖവാൻ. അപ്പൊ തെർമോഡൈനാമിക്സ് ഇതുവരെ ഇത് ഇത്രയും സിമ്പിൾ ആയെന്ന് എനിക്ക് ഇതിനകത്ത് ഇത്രയും സിമ്പിൾ ആയിരുന്നോ ഈ ചാപ്റ്റർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കുകൾ വാരി വിതറൂ. പടക്കം പൊട്ടിക്കൂ, പടക്കം പൊട്ടിക്കൂ. തെർമോഡൈനാമിക്സ് ഇത്രയും സിമ്പിൾ ആണോ എന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കൂ. അല്ല, ഈ ചാപ്റ്റർ ഇതിനകത്ത് ഒരു എന്താ പറയാ, ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഈസി ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കൂ, അല്ലെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി. ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ എന്ന്. അല്ല എന്നുള്ളവർ ഡിസ്ലൈക്ക് അടിക്കൂ. എടാ, ഈ ചാപ്റ്ററിൽ എന്താടാ പഠിക്കാനുള്ളത്? ഈ ചാപ്റ്ററിൽ ഒരു സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലാബിൽ പരീക്ഷ അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുകയാണ്, ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ആ പാത്രം, ആ കറിയൊക്കെ ഉള്ളുന്ന സാധനം സിസ്റ്റം, പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്, നമ്മൾ നോക്കുന്ന സാധനം, വേർ ദ ഒബ്സർവേഷൻസ് മെയ്ഡ്. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മൊത്തം ബാക്കിയുള്ള ഭാഗം. പിന്നെ സിസ്റ്റം 3 ടൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചിക്കൻ ഓപ്പൺ ആയിട്ട് വേവിക്കാം, തുറന്നു വെച്ചിട്ട്. അപ്പം എയറും മാറ്ററും എനർജിയും ഒക്കെ എക്സ്ചേഞ്ച് ആവും. പിന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം മാറ്റർ ചിക്കൻ ഒന്നും പുറത്തോട്ട് പോകില്ല, പക്ഷെ അതിൻ്റെ എനർജി ചൂട് പുറത്തേക്ക് എപ്പോഴും പോകുന്നുണ്ടാവും. കാരണം പാത്രത്തെ സ്റ്റീലല്ലേ, അപ്പോൾ ആ ചൂട് പുറത്തേക്ക് പോകുമല്ലോ. പിന്നെ ഫ്ലാസ്കിൽ വെച്ചാൽ ഒന്നും പോവില്ല, ചൂടും പോവില്ല, എനർജിയും പോവില്ല. എന്താ ഇതിന് പഠിക്കാണ്ട്? ഇതിലെന്താ പഠിക്കാനുള്ളത്? പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ 2 ഫംഗ്ഷന്, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ദ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺ സ്റ്റേറ്റ് ഈസ് കാൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഈസ് കാൾഡ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ ആകെ ഹീറ്റും വർക്കും ഉള്ളൂ, ബാക്കി എന്ത് ചോദിച്ചാലും അത് സ്റ്റേറ്റിക്ക് ഇടുക. പിന്നെ ആകെ 2 കാര്യം, എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവും. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ചെറിയ കുട്ടീനെ തൂക്കി നോക്കിയാൽ 10 കിലോ, എന്നാൽ വലിയൊരാളെ തൂക്കി നോക്കിയാൽ അപ്പോൾ എടുക്കുന്ന അളവനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ മാസ്, വോളിയം, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്. മാറുന്നില്ല. ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, അതൊക്കെ ആ റൂമിൽ എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ. അത് കുറഞ്ഞ ഭാഗം എടുത്ത് നോക്കിയാലും അതേ ടെമ്പറേച്ചർ തന്നെയാണ്. റൂം ഒന്നാകെ എടുത്ത് നോക്കിയാലും 37 എത്രയാണോ 28 ഡിഗ്രി ആണെങ്കിൽ അത്. അപ്പോൾ അതാണ് ഇൻറ്റൻസീവ്. ദ പ്രോപ്പർട്ടി വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓർ മാറ്റർ. പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ സൈസ് ഓർ മാറ്റർ. എക്സാമ്പിൾ പഠിക്കാനകത്ത് അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ആകെ നമ്മൾ എക്സ്ട്രാ പഠിച്ചെന്താ? എങ്ങനെ നമുക്ക് വർക്ക് കാണാം?
വർക്ക് കാണാൻ പ്രഷർ ഇൻറ്റു അതിൻ്റെ വോളിയത്തിലെ ചേഞ്ച്. അത് നമ്മളവിടെ ആ ചേഞ്ച് ആ ക്വസ്റ്റ്യൻ കണ്ടു. പിന്നെ ഇപ്പോൾ SS ലോ നമ്മൾ ഒരു സ്റ്റെപ്പിൽ റിയാക്ഷൻ നടത്തിയാലും എന്താ ഈ ചാപ്റ്റർ ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് ഇടയ്ക്ക് ഒരു മിസ്സിങ് വന്നുകൊണ്ടായിരിക്കാം. ഇതിനകത്ത് ഏറ്റവും ഈസി ചാപ്റ്റർ ഇതാണ്. അതൊന്ന് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് നോക്കിയിട്ടേ തെർമോഡൈനാമിക്സ് ഭയങ്കര എളുപ്പമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ എന്നാൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.